അയാൾ അടുത്തതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓഷ്യൻ എന്താണെന്ന് പറഞ്ഞു, പസഫിക് ഓഷ്യൻ എന്താണെന്ന് പറഞ്ഞു. ഇനി അറ്റ്ലാന്റിക് ഓഷ്യനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ എങ്ങനെയാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യൻ ഈസ് ദി സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യൻ ഇൻ ദി വേൾഡ്. നമ്മളുടെ ലോകത്തെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഓഷ്യനാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ഫസ്റ്റ് ലാർജസ്റ്റ് ഏതാണ്? പസഫിക് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് അറ്റ്ലാന്റിക് ആണ്. ഇറ്റ് ഷേപ്പ് റിസംബിൾ ദി ലെറ്റർ എസ്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്? എസ് എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അടുത്തത് കണ്ടെയ്ൻ ദി ബിസിയസ്റ്റ് സീ റൂട്ട് ഇൻ ദി വേൾഡ്. ഏറ്റവും ബിസിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും തിരക്കേറിയ സീ റൂട്ട് ഏത് ഓഷ്യനിലാണുള്ളത്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണുള്ളത്. ഇവിടെ നിന്നാണ് മേജർ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ഒക്കെ നടക്കുന്നത്. ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്കൽ ഫീച്ചേഴ്സാണ് പറയുന്നത്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഉണ്ട്. എ ലോങ് അണ്ടർ വാട്ടർ മൗണ്ടെയിൻ റേഞ്ച് റണ്ണിങ് ത്രൂ ദി മിഡിൽ ഓഫ് ദി ഓഷ്യൻ. അപ്പം ഇതിലെന്തുണ്ട്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഉണ്ട്. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ലോങ് അണ്ടർ വാട്ടർ മൗണ്ടെയിൻ റേഞ്ച് റണ്ണിങ് ത്രൂ ദി മിഡിൽ ഓഫ് ദി ഓഷ്യൻ. ആ ഓഷ്യൻ്റെ നടുഭാഗത്തിലൂടെ ആയിട്ട് എന്ത് ഉണ്ട്? കുറേ പർവ്വത നിരകളുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് എന്ന് പറയുന്നത്. അടുത്തതായി അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള ഡീപ്പസ്റ്റ് പോയിൻ്റ് ആണ് മിൽവോക്കി ഡീപ്പ് ഇൻ ദി പ്യൂർട്ടോ റിക്കോ ട്രങ്ക്. പ്യൂർട്ടോ റിക്കോ ട്രങ്കിലുള്ള മിൽവോക്കി ദ്വീപാണ് ഡീപ്പസ്റ്റ് പോയിൻ്റ്. ഇനി ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ് ഏതൊക്കെയാണ്? ന്യൂ ഫൗണ്ട് ലാൻഡും അതുപോലെ തന്നെ ഐസ്ലാൻഡുമാണ് ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ് ആയിട്ട് വരുന്നത്. എവിടെയുള്ള? അറ്റ്ലാന്റിക് ഓഷ്യനിലുള്ള. ഇനി അടുത്തത് കോണ്ടിനെൻറ്റ്സ് ബോർഡറിങ് ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. അറ്റ്ലാന്റിക് ഓഷ്യൻസുമായിട്ട് ബോർഡർ പങ്കിടുന്ന ഭൂഖണ്ഡങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. അടുത്തതായിട്ട് ടൈറ്റാൻ സബ്മേഴ്സിബിളിനെ കുറിച്ചിട്ടുള്ള ഒരു പത്ര റിപ്പോർട്ടാണ് നമുക്കവിടെ തന്നത്. ടൈറ്റാൻ സബ്മേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? സബ്മേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പലിനെയാണ് നമ്മൾ സബ്മേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പം ടൈറ്റാൻ സബ്മേഴ്സിബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന കപ്പൽ ഇംപ്ലോഡ്സ് എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ചു എന്നാണ്, അല്ലെങ്കിൽ ഇത് നശിച്ചു പോയി. ഇനി എങ്ങനെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ദി ടൈറ്റാൻ സബ്മേഴ്സിബിൾ ഇംപ്ലോഡ്സ് ആഫ്റ്റർ ലോസിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദി മദർ വെസൽ. അതിൻ്റെ മദർ വെസലായിട്ടുള്ള പോളാർ പ്രിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കപ്പലുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ടത് കാരണം എന്ത് ചെയ്തു? നഷ്ടപ്പെട്ടതിന് ശേഷം എന്ത് ചെയ്തു? ടൈറ്റാൻ സബ്മേഴ്സിബിൾ പൊട്ടിത്തെറിച്ചു. എ ടീം ഓഫ് 5 who went to explore the remain of Titanic that sunk in the Atlantic Ocean in 1912. അപ്പം ഈ ടൈറ്റാൻ സബ്മേഴ്സിബിളിൽ എത്ര പേരാണ് ഉണ്ടായത്? എ ടീം ഓഫ് 5 പേരടങ്ങിയിട്ടുള്ള ടീമാണ്. ഹു വെൻറ്റ് ടു എക്സ്പ്ലോർ ദി റിമെയിൻ ഓഫ് ദി ടൈറ്റാനിക്. അവരെന്തിനാണ് അങ്ങോട്ടേക്ക് പോയത് എന്നാണ് പറയുന്നത്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ 1912 ടൈറ്റാനിക്കിൻ്റെ അപകടം നടന്നു. അതിനുശേഷം ഈ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങൾ, ടൈറ്റാനിക് മുങ്ങിപ്പോയല്ലോ, അപ്പോൾ ഈ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ തേടിയിട്ടാണ് ഈ ടൈറ്റാൻ സബ്മേഴ്സിബിൾ എന്നുള്ള ഈ ഒരു കപ്പൽ യാത്ര തിരിച്ചത്. ആ കപ്പലിൽ എത്ര പേരാണുള്ളത്? 5 പേരാണ് ഉണ്ടായിരുന്നത്. വേർ ഓൺ ബോർഡ് വെൻ ദി ആക്സിഡൻറ്റ് ഒക്കേർഡ്. അപ്പം ഈ ടൈറ്റാനിക്കിൻ്റെ ആക്സിഡൻറ്റ് നടന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് ടൈറ്റാൻ സബ്മേഴ്സിബിൾ എന്തായത്? ഇംപ്ലോഡായത്, അല്ലെങ്കിൽ അവർക്ക് അപകടം സംഭവിച്ചത്. അപ്പോൾ ദി ടൈറ്റാൻ സബ്മേഴ്സിബിൾ ആക്സിഡൻറ്റ് ഒക്കർ ഇൻ ദി അറ്റ്ലാന്റിക് ഓഷ്യൻ. ടൈറ്റാൻ സബ്മേഴ്സിബിൾ ആക്സിഡൻറ്റ് നടന്നത് എവിടെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ദി ടീം വാസ് എക്സ്പ്ലോറിംഗ് ദി റിമെയിൻ ഓഫ് ടൈറ്റാനിക് വിച്ച് സാങ് ഇൻ 1912 ഇൻ ദീസ് ഓഷ്യൻ. അപ്പം ഈ ടീം എന്തിനാണ് പോയത്? ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പോയത്. ഈ ടൈറ്റാനിക് എന്നാണ് അവിടെ മുങ്ങിപ്പോയത്? 1912 മുങ്ങിപ്പോയത്. അടുത്തതായിട്ട് അറ്റ്ലാന്റിക് ഓഷ്യൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അതിൽ നെയിം എന്താണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ. അതിൻ്റെ നാച്ചുറൽ ബോർഡേഴ്സാണ് നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക. മേജർ ഐലൻഡ്സ് ആണ് ന്യൂ ഫൗണ്ട്ലാൻഡും ഐസ്ലാൻഡും. ഡീപ്പസ്റ്റ് പോയിൻ്റ് ആണ് മിൽവോക്കി ഡീപ്പോ. അതെവിടെയാണുള്ളത്? പ്യൂർട്ടോ റിക്കോ ട്രങ്കിലാണുള്ളത്. ഇനി അടുത്തതാണ് ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് ഈ ഫിഗറിൽ കാണാം. ഇന്ത്യൻ ഓഷ്യൻ്റെ ഫിഗറിൽ കാണാം.
ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സാണ്. ഇന്ത്യൻ ഓഷ്യൻ ഈസ് ദി തേർഡ് ലാർജസ്റ്റ് ഓഷ്യൻ ആണ് ഇന്ത്യൻ ഓഷ്യൻ. ഫസ്റ്റ് ലാർജസ്റ്റ് ആണ് പസഫിക് ഓഷ്യൻ, സെക്കൻഡ് ലാർജസ്റ്റ് ആണ് അറ്റ്ലാന്റിക് ഓഷ്യൻ, തേർഡ് ആണ് ഇന്ത്യൻ ഓഷ്യൻ. അടുത്തത് ഇറ്റ് ഈസ് ഓൺലി ഓഷ്യൻ നെയ്മഡ് ആഫ്റ്റർ എ കൺട്രി. അപ്പോൾ ഒരു കൺട്രീൻ്റെ പേരുള്ള ഒരേ ഒരു ഓഷ്യനാണ് ഇത് ഇന്ത്യൻ ഓഷ്യൻ. ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ ആർ പാർട്ട് ഓഫ് ദീസ് ഓഷ്യൻ. അപ്പോൾ ബേ ഓഫ് ബംഗാളും അറേബ്യൻ സീ ഒക്കെ ഏത് ഓഷ്യൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ ഓഷ്യൻ്റെ ഭാഗമാണ്. ഇനി ഇന്ത്യൻ ഓഷ്യനിലുള്ള ഡീപ്പസ്റ്റ് പോയിൻ്റ് ആണ് ജാവ ട്രങ്ക് ആണ് ഡീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ. ഇനി മേജർ ഐലൻഡ്സ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്കയൊക്കെ. ഇനി ഇമ്പോർട്ടൻറ്റ് സ്ട്രെയിറ്റ് ആണ് ഏതൊക്കെ? മലാക്ക സ്ട്രെയിറ്റ് കണക്ട് ഇന്ത്യൻ ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്ന സ്ട്രെയിറ്റ് ആണ് ഇത് മലാക്ക സ്ട്രെയിറ്റ്. ഇനി അടുത്തത് കോണ്ടിനെൻറ്റ്സ് ലെയിങ് ക്ലോസ് ടു ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനുമായിട്ട് അടുത്ത് നിൽക്കുന്ന കോണ്ടിനെൻറ്റ്സ് ആണ് ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇനി അടുത്തത് കൺട്രീസ് ബോർഡറിങ് ദി ഇന്ത്യൻ ഓഷ്യൻ. ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബോർഡർ പങ്കിടുന്ന കൺട്രീസ് ഏതൊക്കെയെന്നാണ് ചോദിച്ചത്. ഏതൊക്കെയാണ്? ഇന്ത്യ, ശ്രീലങ്ക, മാൽദീവ്സ്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, തായ്ലാൻഡ്, മ്യാൻമർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇറാൻ, ഒമാൻ, യമൻ, സൊമാലിയ, കെനിയ, ടാൻസാനിയ, സൗത്ത് ആഫ്രിക്ക, മൊസംബിക്ക്, മദഗാസ്കർ. ഇതൊക്കെ എന്തുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്? ഇന്ത്യൻ ഓഷ്യനുമായിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഇനി അടുത്തത് വിയറ്റ്നാം ഇൻ്റർനാഷണൽ ഹാർബറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ വിയറ്റ്നാം പോർട്ട് കേരളയിലുള്ള അറേബ്യൻ സീയിലാണുള്ളത്. ദി അറേബ്യൻ സീ ഈസ് പാർട്ട് ഓഫ് ഇന്ത്യൻ ഓഷ്യൻ. അപ്പം അറേബ്യൻ സീ എന്തിൻ്റെ പാർട്ടാണ്? ഇന്ത്യൻ ഓഷ്യൻ്റെ പാർട്ടാണ്, മാറിപ്പോവരുത്. ഇനി അടുത്തതാണ് സൗത്തേൺ ഓഷ്യൻ. സൗത്തേൺ ഓഷ്യൻ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? സറൗണ്ട് ദി കോണ്ടിനെൻ്റ് ഓഫ് അന്റാർട്ടിക്ക. അന്റാർട്ടിക്കൻ്റെ കോണ്ടിനെൻറ്റിനെ കവർ ചെയ്യുന്നതാണ് ഇത്, സറൗണ്ട് ചെയ്യുന്നതാണ്, ചുറ്റപ്പെട്ടതാണ് ഇത് സൗത്തേൺ ഓഷ്യൻ. അതായത് അന്റാർട്ടിക്കൻ്റെ കോണ്ടിനെൻറ്റിനെ ചുറ്റപ്പെട്ടിട്ടുള്ളതാണ് ഇത് സൗത്തേൺ ഓഷ്യൻ. എക്സ്റ്റെൻഡ് അപ് ടു അബൌട്ട് 60 ഡിഗ്രി സൗത്ത് ലാൻഡ്. അടുത്തത് ബോർഡേഴ്സ് ആണ്. ഷെയർസ് ബോർഡേഴ്സ് വിത്ത് പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യൻ, ഇന്ത്യൻ ഓഷ്യനൊക്കെ ആയിട്ട് ബോർഡർ പങ്കിടുന്നുണ്ട്. ഡസ് നോട്ട് കണക്ട് വിത്ത് ആർട്ടിക് ഓഷ്യൻ. പക്ഷെ എന്തുമായിട്ട് ബോർഡർ പങ്കിടുന്നില്ല? ആർട്ടിക് ഓഷ്യനുമായിട്ട് കണക്ഷനൊന്നും വരുന്നില്ല. സൈസ് റാങ്ക് എങ്ങനെയാണ്? 4th ലാർജസ്റ്റ് ഓഷ്യനാണ് ഇത് സൗത്തേൺ ഓഷ്യൻ. ഇനി ഇമ്പോർട്ടൻറ്റ് ഐലൻഡ്സ് എന്തൊക്കെയാണ്? ഡോളിമാൻ ഐലാൻഡും ഹിയേർഡ് ഐലൻഡുമാണ്. ഡീപ്പസ്റ്റ് പോയിൻ്റ് ആണ് ഫാക്ടോറിയൻ ഡീപ്പ് ഇൻ ദി സൗത്ത് സാൻഡ്വിച്ച് ട്രക്ക്. അടുത്തതാണ് ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യൻ എന്ന് പറഞ്ഞാൽ ലൊക്കേറ്റഡ് മോസ്റ്റ്ലി വിത്തിൻ ദി ആർട്ടിക് സർക്കിൾ. ആർട്ടിക് സർക്കിളിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ഓഷ്യനാണ് ഇത് ആർട്ടിക് ഓഷ്യൻ. അത് നമുക്ക് ഈ ഫിഗറിൽ കാണാം. അപ്പം ഈ ഒരു ആർട്ടിക് സർക്കിളിൻ്റെ ഉള്ളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ഓഷ്യനാണ് ഇത് ആർട്ടിക് ഓഷ്യൻ. ആർട്ടിക് സർക്കിളിൻ്റെ ഉള്ളിലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ഒന്നെങ്കിൽ പകലാവും അല്ലെങ്കിൽ രാത്രി 24 മണിക്കൂർ ഉണ്ടാവും. ദി നോർത്ത് പോൾ ലൈ ഇൻ ആർട്ടിക് ഓഷ്യൻ. ദി നോർത്ത് പോൾ ലൈസ് ഇൻ ആർട്ടിക് ഓഷ്യൻ. അപ്പം ഭൂമിയുടെ നോർത്ത് പോൾ എവിടെയാണ് കിടക്കുന്നത്? ആർട്ടിക് ഓഷ്യനിലാണ്. സ്മോളസ്റ്റ് ആൻഡ് ഷാലോവസ്റ്റ് ഓഫ് ഓൾ ഓഷ്യൻ. എല്ലാ ഓഷ്യനെയും വെച്ച് നോക്കുന്ന സമയത്ത് ഏറ്റവും സ്മോളും ഷാലോയും ആയിട്ടുള്ള ഓഷ്യനാണ് ഇത് ആർട്ടിക് ഓഷ്യൻ. റിമെയിൻസ് കവേർഡ് വിത്ത് ഐസ് ഫോർ മോസ്റ്റ് ഓഫ് ദി ഇയർ. ഇതിൻ്റെ ഭാഗങ്ങൾ എന്ത് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്? ഐസ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. മോളി ഡീപ് ഈസ് ദി ഡീപ്പസ്റ്റ് പോയിൻ്റ് ഇൻ ദിസ് ഓഷ്യൻ. ഈ ഓഷ്യനിലുള്ള ഡീപ്പസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ഏതാണ്? മോളെ ദ്വീപാണ്. ഫോംസ് ദി നോർത്തേൺ ബൗണ്ടറി ഓഫ് ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക. ഏഷ്യ, യൂറോപ്പിൻ്റെയും നോർത്ത് അമേരിക്കൻ്റെയൊക്കെ നോർത്തേൺ ബൗണ്ടറി ഫോം ചെയ്യുന്നുണ്ട്. ആർട്ടിക് ഓഷ്യൻ ഈസ് എക്സ്ട്രീംലി കോൾഡ്. ആർട്ടിക് ഓഷ്യൻ എങ്ങനെയാണ്? നല്ല തണുപ്പുള്ളതാണ്. ഐസ് കവേർഡ്, ഐസ് വെച്ചിട്ട് പൊതിഞ്ഞതാണ്. ആൻഡ് പ്ലേ എ കീ റോൾ ഇൻ എർത്ത് ക്ലൈമാറ്റ് സിസ്റ്റം. എർത്തിൻ്റെ ക്ലൈമാറ്റ് സിസ്റ്റത്തിൽ ഇത് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. നോർത്തേൺ ബൗണ്ടറി കവർ ചെയ്യുന്ന ഏരിയ ആണ് ഏതൊക്കെ? ഏഷ്യ, യൂറോപ്പ്, നോർത്ത് അമേരിക്ക ഒക്കെ. ഇനി കംപ്ലീറ്റ് ദി വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു ഓഷ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വർക്ക്ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്.
സൗത്തേൺ. അപ്പോൾ നമുക്ക് ഓഷ്യൻസ്, പൊസിഷൻ ഇൻ സൈസ്, ഡീപ്പസ്റ്റ് പോയിൻ്റ് ഓർ പാർട്ട്, മേജർ ഐലൻഡ്സ് ഇതൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് ഓഷ്യനാണ് സൗത്തേൺ ഓഷ്യൻ. അത് ഏത് പൊസിഷനിലാണുള്ളത്? 4th പൊസിഷനിലാണുള്ളത്. ഡീപ്പസ്റ്റ് പോയിൻ്റ് ഏതാണ്? ഫാക്ടോറിയൻ ദ്വീപാണ്. മേജർ ഐലൻഡ് ഡോളിമാൻ ഐലൻഡ് അല്ലെങ്കിൽ ഹേർഡ് ഐലൻഡ് ആണ്. അടുത്തത് ആർട്ടിക് ഓഷ്യൻ ആണെങ്കിൽ സ്മോളസ്റ്റ്, അതായത് 5th പൊസിഷനാണ് അതിനുള്ളത്. അതിലുള്ള ദ്വീപാണ് അല്ലെങ്കിൽ അതിലുള്ള ഡീപ്പസ്റ്റ് പോയിൻ്റാണ് മോളെ ദ്വീപ്. മേജർ ഐലൻഡ് ഗ്രീൻലാൻഡ്, സ്വാൽബാർഡ്, നോവായ അല്ലെങ്കിൽ സെംലിയ. പിന്നെ പസഫിക് ഓഷ്യൻ ആണ് ലാർജസ്റ്റ്. ഡീപ്പസ്റ്റ് പോയിൻ്റ് ചലഞ്ചർ ഡീപ്പ്. പിന്നെ അതിൻ്റെ മേജർ ഐലൻഡ്സ് ആണ് ഫിലിപ്പൈൻസ്, ജപ്പാൻ, ഹവായി, ന്യൂസിലാൻഡൊക്കെ. അടുത്തതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. സെക്കൻഡ് ലാർജസ്റ്റ് ആണ്. മിൽവോക്കി ദ്വീപാണ് അതിലെ ഡീപ്പസ്റ്റ് പോയിൻ്റ്. മേജർ ഐലൻഡാണ് ന്യൂ ഫൗണ്ട്ലാൻഡ്. പിന്നെ അതുപോലെ തന്നെ ഐസ്ലാൻഡും. പിന്നെ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറഞ്ഞാൽ 3rd ലാർജസ്റ്റ് പൊസിഷനാണുള്ളത്. ഡീപ്പസ്റ്റ് പോയിൻ്റ് ജാവ ട്രങ്ക് ആണ്. പിന്നെ അതിലെ മേജർ ഐലൻഡ് എന്ന് പറയുന്നത് ഏതാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ, ലക്ഷദ്വീപ്, മാൽദീവ്സ്, ശ്രീലങ്ക ഇതൊക്കെയാണ്. ഇനി അടുത്തതാണ് ഓഷ്യൻ മൂവ്മെൻറ്റ്സ്. ഓഷ്യൻ്റെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ടൈപ്സ് ഓഫ് ഓഷ്യൻ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? വേവ്സ്, ടൈഡ്സ്, ഓഷ്യൻ കറൻസ് ഒക്കെയാണ്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ്സ് ക്രിയേറ്റഡ് ബൈ വിൻഡ് ഓൺ സർഫസ് ഓഫ് ദി ഓഷ്യൻ. ഓഷ്യൻ്റെ സർഫസിൽ കാറ്റുണ്ടാക്കുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വേവ്സ്. തിരമാലകൾ കണ്ടില്ലേ? അപ്പോൾ തിരമാലകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആ ഒരു കടലിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സർഫസിൽ എന്ത് ചെയ്യും? കാറ്റ് വന്നടിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വേവ്സ് എന്ന് പറയുന്നത്. വിൻഡ് എനർജി പ്രൊഡ്യൂസ് അപ്പ് ആൻഡ് ഡൗൺ ഓൺ വാട്ടർ. അപ്പോൾ വിൻഡ് എനർജി എന്ത് ചെയ്യും? വെള്ളത്തിൻ്റെ മുകളിലോട്ടും താഴേക്കും ഇങ്ങനെ വഹിക്കും. അടുത്തത് സ്ട്രോങ്ങർ വിൻഡ് ആണെന്നുണ്ടെങ്കിൽ വലിയ വേവ്സ് ഉണ്ടാവും. സീൻ കണ്ടിന്യൂസ്ലി നിയർ ദി ഷോർ. ഷോർ എന്ന് പറഞ്ഞാൽ എന്താണ്? തീരം അല്ലെങ്കിൽ കര എന്നാണ്. അടുത്തതാണ് ടൈഡ്സ്. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേലിയേറ്റം എന്നാണ്. ഇപ്പം വേലിയേറ്റം എന്ന് പറയും, വേലിയേറ്റം അല്ലെങ്കിൽ വേലി ഇറക്കം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതാണ് ടൈഡ്സ്. അപ്പം പീരിയോഡിക് റൈസ് ആൻഡ് ഫാൾ ഓഫ് സീ ലെവൽ. അപ്പോൾ കടലിലുള്ള വെള്ളം എന്ത് ചെയ്യും? ഒന്നെങ്കിൽ കൂടും അല്ലെങ്കിൽ കുറയും. അപ്പോൾ അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? വേലിയേറ്റം അല്ലെങ്കിൽ വേലിയിറക്കം എന്ന് പറയുന്നത്. ഇങ്ങനെ കടലിലെ വെള്ളം കൂടാനും കുറയാനും കാരണങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി മൂണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി സണ്ണ്, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് ദി എർത്ത്. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് മൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? മൂണ് ഭൂമിനെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു അട്രാക്ഷൻ കാരണം ഭൂമിയിലുള്ള വെള്ളം എന്ത് ചെയ്യും? വെള്ളം കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ വെള്ളം കരയിലേക്ക് കൂടുതലായിട്ട് വരും. അതിനെയാണ് നമ്മൾ ഹൈ ടൈഡ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സണ്ണും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വെള്ളത്തെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഓഫ് എർത്ത്, നമ്മുടെ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങുന്നുണ്ടല്ലേ. അപ്പോൾ ഈ എർത്ത് കറങ്ങുന്നത് കാരണം എന്താവും? അവിടെ എന്തിന് വ്യത്യാസം വരുന്നുണ്ട്? ടൈഡിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇനി ഹൈ ടൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? സീ ലെവൽ കൂടുകയാണ് ചെയ്യുന്നത്. ലോ ടൈഡ് എന്ന് പറയുമ്പോൾ സീ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തതാണ് ഓഷ്യൻ കറൻസ്. ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഷ്യൻ കറൻസ് എന്ന് പറഞ്ഞാൽ സമുദ്ര പ്രവാഹങ്ങൾ എന്നാണ് മീനിങ്. അപ്പം സമുദ്രോപരിതലത്തിലോ അല്ലെങ്കിൽ അതിന് അടിയിലോ ആയിട്ട് നിശ്ചിത ദിശയിൽ തുടർച്ചയായി ഒഴുകുന്ന ജലപ്രവാഹങ്ങളെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഓഷ്യൻ കറൻസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് എന്തും പറയാം. സമുദ്രത്തിലെ നദികൾ എന്ന് നമുക്ക് പറയാം. ഇനി ഇതിന് കാരണം എന്തൊക്കെയാണ്? കാറ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഡിഫറൻസ്, സലൈനിറ്റി ഡിഫറൻസ്, എർത്ത് റൊട്ടേഷൻ, ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. സലൈനിറ്റി ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപ്പിലുണ്ടാവുന്ന, അതായത് ഉപ്പിൻ്റെ കണ്ടൻറ്റിലുണ്ടാവുന്ന ഡിഫറൻസൊക്കെയാണ് ഇതിന് കാരണങ്ങൾ. ഇനി അടുത്തത് ഓഷ്യൻ മൂവ്മെൻറ്റ്സിൻ്റെ ഈ ഒരു ചാർട്ട് നിങ്ങളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വേവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ക്രിയേറ്റഡ് ബൈ വിൻഡ് ഓൺ ദി സർഫസ് ഓഫ് ദി ഓഷ്യൻ. അടുത്തത് ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്ന് പറഞ്ഞാൽ കോസ്ഡ് ബൈ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ ആൻഡ് സൺ. ഇനി അടുത്തത് ഓഷ്യൻ കറൻസ് ആണെങ്കിൽ ലാർജ് സ്ട്രീംസ് ഓഫ് ഓഷ്യൻ വാട്ടർ മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ. അടുത്തത്
ഇത് നമ്മളോട് ചോദിക്കുകയാണ് വൈ സീ വാട്ടർ ഈ സോൾട്ടി, നമ്മുടെ കടൽ വെള്ളം എന്തുകൊണ്ടാണ് ഉപ്പ് രസമുള്ളതായത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയാം, വാട്ടർ ഡിസോൾവ്സ് മിനറൽ സോൾട്ട് ഫ്രം റോക്സ് ആൻഡ് സോയിൽ. അപ്പം നമ്മളുടെ പിന്നെ പാറകളിലും അതുപോലെ തന്നെ മണ്ണിലൊക്കെ ഉള്ള മിനറൽസ് സോൾട്ട്സ് ഒക്കെ എന്താവും, വാട്ടറിൽ ഡിസോൾവ് ആവും. ഈ സോൾട്ട് എന്ത് ചെയ്യും, ഓഷ്യനിലേക്ക് എത്തും. അതായത് റിവേഴ്സ് വഴി ഓഷ്യനിലേക്ക് എത്തും. ഓഷ്യനിൽ എന്തുണ്ട്, ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്. അപ്പം ഈ സാലിനിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് കാരണമാണ്, ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിസോൾവ്ഡ് മിനറൽ സോൾട്ട് ഇൻ വാട്ടർ. അപ്പോൾ നമ്മളുടെ സോയിലും അതുപോലെ തന്നെ പാറകളിലൊക്കെ ഉള്ള മിനറൽ സോൾട്ട് എന്ത് ചെയ്യും, കുറച്ചായിട്ട് എവിടെ എത്തും, സീലെത്തും. അങ്ങനെ സീല് കുറേ സ്ഥലത്തുനിന്ന് ഇങ്ങനെ എത്തുന്ന സമയത്ത് സീലുള്ള വാട്ടർ എന്താവും, എന്തായിട്ട് മാറും, സലാനിറ്റി ഉള്ളതായിട്ട് മാറും. അടുത്തത് ഓഷ്യൻ ആൻഡ് ഹ്യൂമൻ ബീങ്സ്. ഓഷ്യൻ ആർ സോഴ്സസ് ഓഫ് പ്രഷ്യസ് റിസോഴ്സസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഹ്യൂമൻ ലൈഫ് ഇൻ മെനി വേസ്. എങ്ങനെയാണ് ഓഷ്യൻ മനുഷ്യനെ സഹായിക്കുന്നത് എന്നാണ് പറയുന്നത്. റെഗുലേറ്റ് ക്ലൈമറ്റ്, അതായത് കാലാവസ്ഥ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് സീ ഫുഡ് ആൻഡ് ഫുഡ് റിസോഴ്സസ്, നമുക്ക് എന്ത് തരുന്നുണ്ട്, കടൽ മീനുകളൊക്കെ തരുന്നില്ലേ, കടൽ ഭക്ഷണങ്ങളൊക്കെ തരുന്നുണ്ട്. അടുത്തത് സപ്പോർട്ട് ലൈവ്ഹുഡ്, അതായത് നമ്മളെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമുക്ക് മീൻ പിടിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അടുത്തത് ഇനേബിൾ മാരിടൈം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ട്രേഡൊക്കെ നടക്കുന്നുണ്ട്. അടുത്തത് ഹെൽപ്പ് റിഡ്യൂസ് ഗ്ലോബൽ വാർമിങ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹീറ്റിനെയൊക്കെ വലിച്ചെടുത്തിട്ട് ഗ്ലോബൽ വാർമിങ് ആഗോളതാപനം കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊഡ്യൂസ് എ സിഗ്നിഫിക്കൻറ്റ് ഷെയർ ഓഫ് എർത്ത് ഓക്സിജൻ, എർത്തിലുള്ള എർത്തിന് ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് മിനറൽസ് സാൾട്ട്സ് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, മിനറൽസും സോൾട്ടും ഓയിലും അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രൊമോട്ട് ടൂറിസം അലോങ് കോസ്റ്റ് ആൻഡ് ബീച്ചസ്, ടൂറിസം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഓഷ്യൻ പൊല്യൂഷനാണ്. ഓഷ്യൻ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മേജർ പ്രോബ്ലമാണ്. അപ്പം പൊല്യൂഷൻ ഈസ് ഗ്രേറ്റസ്റ്റ് ത്രെറ്റ് ടു ഓഷ്യൻ. അപ്പോൾ ഓഷ്യനിലുള്ള മലിനീകരണമാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം. ഓഷ്യൻസിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്തൊക്കെ കാരണമാണ്, പ്ലാസ്റ്റിക്, കെമിക്കൽസ്, ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, സീവേജ്, ഇതൊക്കെ കൊണ്ടുപോയി തള്ളുന്നത് കാരണമാണ് എന്തുണ്ടാവുന്നത്, പൊല്യൂഷൻ ഉണ്ടാവുന്നത്. ഹാം ദി മറൈൻ എക്കോസിസ്റ്റം, മറൈനിലുള്ള ആ ഒരു മീനുകൾക്കും അതുപോലെ തന്നെ അവിടെയുള്ള ജീവികൾക്കൊക്കെ അതെന്ത് ചെയ്യുന്നുണ്ട്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പൊല്യൂഷൻ ആൾസോ എഫക്റ്റ് റിവേഴ്സ്, ലേക്സ് ആൻഡ് അതർ ഫ്രഷ് വാട്ടർ സോഴ്സസ്. റിവേഴ്സ്, ലേക്കിനെ അതുപോലെ തന്നെ മറ്റ് ഫ്രഷ് വാട്ടർ സോഴ്സസിനെയൊക്കെ ഈ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് വേസ്റ്റ് ടു കൺസേർവ് ഓഷ്യൻ. ഇനി നമുക്ക് എങ്ങനെ ഓഷ്യനെ സംരക്ഷിക്കാം എന്നാണ് പറയുന്നത്. പ്രിവെൻറ്റ് പ്ലാസ്റ്റിക് ആൻഡ് കെമിക്കൽ ഫ്രം റീച്ചിങ് ഓഷ്യൻ, പ്ലാസ്റ്റിക്കും കെമിക്കൽസും ഓഷ്യനിലെത്തുന്നത് തടയാം. കീപ് കോസ്റ്റ് ക്ലീൻ ആൻഡ് പൊല്യൂഷൻ ഫ്രീ, എന്ത് ചെയ്യാം, നമുക്ക് പൊല്യൂഷൻ ഫ്രീ ആക്കിയിട്ട് വെക്കാം. ക്രിയേറ്റ് പബ്ലിക് അവയർനെസ് എബൌട്ട് ഓഷ്യൻ കൺസർവേഷൻ, നമുക്ക് പബ്ലിക് അവയർനെസ് കൊടുക്കാം. കൺട്രോൾ അൺസ്യൂട്ടബിൾ ഫിഷിങ്, അൺസസ്റ്റൈനബിൾ ഫിഷിങ്, അതായത് അനാവശ്യമായിട്ടുള്ള ഫിഷിങ്ങൊക്കെ ഒഴിവാക്കാം. പ്രിസർവ് മറൈൻ എക്കോസിസ്റ്റം ആൻഡ് ബയോഡൈവേഴ്സിറ്റിയെ നമുക്ക് കാത്ത് സംരക്ഷിക്കാം. പ്രാക്ടീസ് പ്രോപ്പർ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ടുവരാം.